അമ്മ ഇന്ന് രാവിലെ മുതൽ ഒരേ ഉപദേശം. എന്താണ് എന്റെ കൂടെ നടന്ന് ചീത്തയായി പോകുന്നാണോ? ഏയ് അതൊന്നുമല്ല. ചെറിയ പ്രായത്തില് നമ്മൾ ഒരുമിച്ച് നടന്നല്ല ശരി. ശരി. ഇപ്പോഴും അതുപോലെ എപ്പോഴും ഒരുമിച്ച് നടക്കരുത്. പ്രായമായ കുട്ടികൾ അങ്ങനെ നടന്നാൽ പെട്ടെന്ന് എന്നാ അമ്മയോട് പറയണ്ട. നിങ്ങൾ പോ ചേട്ടാ. നീ എന്താ സെൽവ ഇങ്ങനെ ഏത് നേരം ആരോടെങ്കിലും വഴക്കുണ്ടാക്കി? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അത്രയും ബുദ്ധിയില്ലേ നിനക്ക്? നിന്റെ അച്ഛൻ ജയിലിലാണെന്നുള്ള അഹങ്കാരമാണോ നിനക്ക്? എവിടെന്നോ തെണ്ടിയൊന്നും ഞങ്ങളെ തല്ലുന്ന. അവന്റെ വായിന്ന് വീഴുന്ന കേട്ടില്ലേ? ഇവരൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? സാറകത്തുണ്ട്, പോയാ മതി. അതെ, നിങ്ങൾ ആരുടെ അമ്മയാ? സർ, സെൽവന്റെ അമ്മയാണ്. ഇയാൾ ഇനിമേൽ ഇത് ആവർത്തിച്ചാൽ ഉറപ്പായി FIR കേസ് രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ മേൽവിലാസം എഴുതി ഒപ്പിട്ട് തന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വയ്ക്കോ. തെരുവ് നായ്ക്കൾക്ക് വീട് എവിടെ ഇരിക്കുന്നു? അവൻ ഇവിടെ കിടന്നേ. എന്താടാ? ഇതുവരെ ഞാൻ നിന്റെ അച്ഛനെ ഓർത്ത് പോലീസ് ജയിലെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പൊ നീയും ആ വഴിക്ക് തന്നെ ആയല്ലോ. ഇതൊന്നും വേണ്ടാന്ന് കരുതിയാ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തിയത്. നിന്റെ ജന്മഗുണം നിന്നെ വിട്ട് പോവില്ലല്ലോ. അമ്മേ ശരി അമ്മേ, അതൊക്കെ പിന്നെ സംസാരിക്കാം. ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാമേ. വിശക്കുന്നമ്മേ, ഇടി കഴുതേ ഒന്ന് പറയടി. ഇനി നീ എങ്ങനെ തൊലഞ്ഞാ എനിക്കെന്താ? ഇവിടെ തന്നെ കിടക്ക്. അമ്മേ അമ്മേ അമ്മേ, ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ വൈകുന്നേരം ആകുമ്പോൾ അവര് വിട്ടോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. പിന്നെ നീ കുറെ മറിക്കും. നീ പോയി അമ്മയെ വിളിച്ചോണ്ടോ. അമ്മേ അമ്മേ. അമ്മ 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 എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇതിന്റെ കുറവും കൂടി വല്യച്ഛന് എന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടോ? അല്ല, കറക്റ്റ് സമയത്ത് പൈസ വാങ്ങിക്കാൻ വന്നതാ. അവനോ? അവൻ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ, അതുകൊണ്ട് അടിപിടി കേസിലെ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ വേറെ എവിടെയാ? നാട് വിട്ട് പോന്നാലെങ്കിലും നന്നാകൂന്നാ വിചാരിച്ചത്. ഇവിടെയും പോലീസും സ്റ്റേഷനും ഒക്കെ തന്നെ. അവിടെ തന്നെ കിടക്കട്ടെ അവൻ. നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ, എന്നെ പോലെ കല്യാണം കഴിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ. പറഞ്ഞാ കേക്കണ്ടേ? ഈ അമ്മ കാരണോ സന്തതി ഉണ്ടായി തറവാട് നിലനിൽക്കണമെന്നും പറഞ്ഞ് കെട്ടിച്ചതാ. എന്നിട്ടിപ്പോ എന്തായി? ആർക്ക് എന്ത് പറ്റിയാലും എന്റെ നെഞ്ചത്തോട്ട് വന്ന് കേറിക്കണം. പോയി അവനെ ഇറക്കിക്കൊണ്ട് വാടാ. പിടിക്ക്. ഞാൻ കാണാത്ത പോലീസ് സ്റ്റേഷനാ. വാ മോളെ. അല്ല പിന്നെ എടാ, ഇത് കഴിച്ചിട്ട് വാടാ. അത് നിങ്ങൾ തന്നെ ഇരുന്നോ. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിലായിരുന്നെങ്കിൽ ഒരു ബീഡി വലിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ നിന്നെ ഇറക്കിയേനെ. എടാ, ഇവിടുത്തെ പോലീസ് ഇറക്കി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എടാ സെൽവ, നീ കൈയും കാലും ഒക്കെ ഒന്ന് ഒതുക്കി ഒന്ന് അടങ്ങി ജീവിക്കടാ. എടാ മക്കളെ, ഇതാണ് കോയമ്പേട് മാർക്കറ്റിലെ കൊലക്കച്ചവടം. തിരുപ്പതിയിലെ കാണിക്കവഞ്ചി പോലെയാ. കോടിക്കണക്കിന് രൂപ വന്നു വീഴുന്ന ഇടം.